നട്ടാരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലനന്ദാതിഹീനനബി ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസ്സി നാരായണായ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എല്ലാവരും കർമ്മങ്ങളെ പറ്റി പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തില് നമ്മൾ കുറേ കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. നമ്മൾ വെറുതെ ഇരുന്നാലും കർമ്മം ചെയ്യലാണ് അല്ലെ? അപ്പോ ഈ കർമ്മങ്ങളെ ശരിക്കും നമ്മൾ 3 തരത്തിലേ ചെയ്യാറുള്ളൂ. മൂന്ന് തരത്തിലേ നമുക്ക് കർമ്മങ്ങളെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒന്ന്, എല്ലാവർക്കും അറിയാം, നമ്മളുടെ ശരീരം കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. നമ്മൾ നടക്കുക, ഇരിക്കുക, ഓടുക, ഇടിക്കുക, ഇങ്ങനെ എല്ലാം ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ്. 2, നമ്മൾ വാക്കുകൾ കൊണ്ട് ശരിക്കും കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. വാക്കുകൊണ്ട് ഒരാളെ ആശ്വസിപ്പിക്കാൻ പറ്റും, ഒരാളെ സമാധാനിപ്പിക്കാൻ പറ്റും, വാക്കുകളിലൂടെ ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. എന്നാൽ വാക്കുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെ ഉപദ്രവിക്കാനും പറ്റും. വാക്കുകൊണ്ട് തന്നെ അവരുടെ നെഞ്ചിനെ നല്ലോണം മുറിവേൽപ്പിക്കാനും നമുക്ക് സാധിക്കും. അത് വാക്കുകൾ കൊണ്ടുള്ള കർമ്മങ്ങൾ. ഇനി മറ്റൊന്നോ, മനസ്സുകൊണ്ടുള്ള കർമ്മങ്ങൾ. അതെങ്ങനെയാ ഇപ്പൊ മനസ്സുകൊണ്ട് കർമ്മം ചെയ്യുന്നേ? ആലോചിച്ചിട്ടുണ്ടോ മനസ്സുകൊണ്ടുള്ള കർമ്മം എന്താണെന്ന്? ശരിക്കും ശരീരം കൊണ്ടും വാക്കുകൾ കൊണ്ടും മനസ്സുകൊണ്ടും കർമ്മം ചെയ്യുന്നു എങ്കിലും ഉറപ്പിച്ചു പറയാം, മനസ്സ് വിചാരിക്കുന്ന കർമ്മങ്ങളാണ് ശരീരവും വാക്കും മാറി മാറി ഇരുന്ന് അനുസരിച്ച് ചെയ്യുന്നത്. മനസ്സ് അവിടെ ഇരുന്ന് തീരുമാനിക്കും നീ എന്ത് കർമ്മം ചെയ്യണമെന്ന്. ശരിക്കും കേന്ദ്ര കർമ്മം എന്ന് പറയുന്നത് മനസ്സിന്റെ തന്നെയാണ്. കേന്ദ്രഭാവം എന്ന് പറയുന്നത് മനസ്സ് തന്നെയാണ്. മനസ്സിൽ ഒന്ന് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് ശരീരത്തിനോട് പറയുകയാണ് നീ അത് ചെയ്യൂ. അപ്പോൾ ശരീരം ആ കർമ്മം ചെയ്യുകയാണ്. മനസ്സ് പ്ലാൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കൂ, ഇങ്ങനെ ഈ ടോണിൽ സംസാരിക്കൂ എന്ന് നിശ്ചയിക്കുന്നു. വാക്ക് ആ ഭാവത്തിൽ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ശരിക്കും ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നതിനേക്കാളും വാക്കുകൊണ്ട് കർമ്മം ചെയ്യുന്നതിനേക്കാളും ഏറ്റവും പ്രധാനം മനസ്സുകൊണ്ട് കർമ്മം ചെയ്യുന്നത് തന്നെയാണ്. മാത്രമല്ല, നമ്മൾ പറയുന്നത് കർമ്മം, കർമ്മഫലം എന്നൊക്കെ പറയുന്നതിൽ വളരെ എഫക്റ്റീവായിട്ട് കർമ്മഫലം ശരിക്കും സംഭവിക്കുന്നത് മനസ്സിന്റെ കർമ്മത്തിനാണ് എന്നുകൂടി നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കണം. മനസ്സ് മാത്രം കർമ്മം ചെയ്യുന്നത് തന്നെ ബോഡിയിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യും. മനസ്സിന്റെ ചിന്തകളിലൂടെ നമ്മൾ കർമ്മം ചെയ്യുന്നത് ആണ് ശരിക്കും ബോഡിയിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി ആയാസമുള്ള, ഭയങ്കര പ്രയാസമുള്ള ഒരു ജോലി ചെയ്താലും ചിലര് തളരാറില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ ജോലി, ആ ശരീരം ചെയ്ത ആയാസപ്പെട്ട ജോലി മനസ്സ് ഭയങ്കര ഇഷ്ടത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി, ചിലര് പറയില്ല അത് അവന്റെ പാഷനാണ്, അതാണ് അവൻ അങ്ങനെ അത് ചെയ്യുന്നെന്ന് പറയും. അപ്പൊ ആ ചെയ്യുന്ന ജോലിയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എത്ര വെളുപ്പിനെ ഇറങ്ങിപ്പോയാലും എത്ര പാതിരാത്രി കയറി വന്നാലും ചിലർക്ക് ക്ഷീണമൊന്നും ഉണ്ടാവാത്തതിന് കാരണം ശാരീരികമായ ആ ആയാസത്തിനപ്പുറം അദ്ദേഹം മനസ്സിൽ അനുഭവിച്ച ആ സന്തോഷവും ആനന്ദവും ആ ജോലി ചെയ്യുന്നതിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇനി തിരിച്ചോ, ഒരു ചെറിയ കാര്യം ചെയ്യാൻ പോണെങ്കിലും ഇഷ്ടമില്ലാതെ ചെയ്യാൻ പോവുക, മനസ്സിനും അതിനകത്തോട്ട് ഒരു താല്പര്യവും ഇല്ലാതെ അത് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക, വേറെ ആർക്കോ വേണ്ടി ചെയ്യുക, നമുക്ക് വേണ്ടി എന്നല്ലാതെ മറ്റാർക്കോ വേണ്ടി ആ ചെയ്ത് കളഞ്ഞേക്കാം എന്നുള്ളൊരു ഭാവത്തിലാണ് ഒരു കൊച്ചു കാര്യം ചെയ്യാൻ പോകുന്നെങ്കിലും നമ്മുടെ ശരീരം വല്ലാതങ്ങ് തളരും, നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. അതിന്റെയും പിന്നില് കർമ്മം ചെയ്യുന്ന ആള് മനസ്സ് തന്നെയാണ്. അതുകൊണ്ടാണ് യോഗ വസിഷ്ഠം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ വസിഷ്ഠ മുനി രാമൻ ഉപദേശിക്കുന്ന കാര്യങ്ങളുള്ള യോഗ വസിഷ്ഠത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, മനസ്സൈവ കൃതം രാമ ന ശരീര കൃതം. നിങ്ങൾ എന്ത് പ്രവൃത്തി മനസ്സുകൊണ്ട് ചെയ്യുന്നു അതാണ് ശരിക്കും കർമ്മമായിട്ട് വരുന്നത്, ശരീരം ചെയ്യുന്നതല്ല. വളരെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അമ്മ കുഞ്ഞ് തെറ്റ് ചെയ്തത് കൊണ്ട് ഓടി ചെന്നൊരു അടി കൊടുക്കാന്ന് വിചാരിക്കാം. ആ അടി കൊടുക്കുന്നതിന്റെ ഉള്ളില് അമ്മയുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, അവനെ ഉപദ്രവിക്കുക, അവനെ വേദനിപ്പിക്കുക എന്നുള്ളതല്ല അമ്മയുടെ ഉദ്ദേശം. ആ അടി കൊടുക്കുന്ന കർമ്മത്തിനും അപ്പുറമായിട്ട് ശരീരം കൊണ്ട് അടി കൊടുക്കുകയാണെങ്കിലും ആ മനസ്സിനകത്ത് എന്റെ കുഞ്ഞ് നന്നാവണേ, എന്റെ കുഞ്ഞ് തെറ്റിലേക്ക് പോകരുതേ, അവൻ അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ, അവനൊരു ശ്രദ്ധ ഉണ്ടാകാൻ ആണ് ഞാൻ ഈ അടി കൊടുക്കുന്നത്, അല്ലാതെ അവനെ വേദനിപ്പിക്കണം എന്നില്ല. അത് തന്നെയാണ് വ്യക്തമായ ആ അടിക്ക്
മോൻ നന്നാവുക എന്നുള്ള ഒരു കർമ്മഫലം അല്ലാതെ അമ്മ അനുഭവിക്കുക, അമ്മ അടി കൊടുത്തില്ലേ അമ്മ അനുഭവിക്കും എന്നുള്ളതില്ല. ഇനി സ്നേഹത്തോടെ പുറത്ത് നമ്മൾ ഭാവിക്കുകയും, നമ്മൾ പുറത്ത് ഒരു കൊച്ചിനോട് ഇതേപോലെ നമ്മൾ എത്രയോ ഇന്നത്തെ കലികാലത്തിലല്ലാത്ത അമ്മമാരെയും കാണുന്നില്ലേ വാർത്തകളില്, ആ കുഞ്ഞിനെ സ്നേഹത്തോടെ പാല് കൊടുത്തുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ ഈ സാധനത്തിന് എനിക്ക് നോക്കേണ്ടി വരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ, നിങ്ങൾ ഇനി എത്ര പാല് കൊടുത്താലും എത്ര ഭക്ഷണം കൊടുത്താലും ആ തിരിച്ചു വരുന്ന കുഞ്ഞ് നമുക്ക് അപകടകാരിയായിട്ട് തന്നെയായിരിക്കും വരുന്നത്. കാരണം പാല് കൊടുത്താലും ആഹാരം കൊടുത്താലും എല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ചിന്തിച്ചോണ്ടിരുന്ന എന്തായിരുന്നു, ഇതെനിക്കൊരു ശല്യമാണ്, അല്ലെങ്കിൽ ഇതിനെ നോക്കുന്ന എനിക്കൊരു തൊല്ലയാണ് എന്നുള്ളൊരു രീതിയിലാണ് ആ കുഞ്ഞിനെ നോക്കിയെങ്കിൽ ആ കൊടുത്ത കണക്കൊന്നും അവിടെ വരില്ല. ആഹാരം കൊടുത്തതോ വളർത്തിയതോ ഒന്നും അവിടെ വരില്ല. മനസ്സെന്തായിരുന്നു അതേ തിരിച്ചു വരുള്ളൂ. ഒരു വീട് വെക്കുമ്പോ, നമ്മളൊരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നു, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ഉദാഹരണങ്ങളാണ്. ഇത് ഓർത്തു വെച്ചാൽ നമുക്ക് എല്ലാ പ്രവൃത്തിയിലും ഇത് നമുക്ക് പാലിക്കാൻ പറ്റും. നമ്മളൊരു വീട് വെക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു. വീട് വെക്കുമ്പോൾ ആദ്യത്തെ ഉദ്ദേശം, ഒരാൾ വീട് വെക്കാൻ പോകുമ്പോൾ ആദ്യത്തെ ഉദ്ദേശം, 4 ആൾ ആ വീടൊന്ന് കാണണം, എല്ലാവരും ഒന്ന് അന്തം വിടണം, ഇത്രയും നല്ലൊരു വീട് ഞാൻ വെച്ചു, ഒന്ന് അന്തം വിടണം എന്നുള്ള അർത്ഥത്തിലാണ് ആ വീട് വെക്കുന്നതെങ്കിൽ എഴുതി വെച്ചോളൂ, ഉറപ്പായിട്ടും ആ 4 ആൾ ആ വീട് കാണും. അങ്ങനെ കാണത്തക്ക വിധം ആ വീട് അവിടെ ഉണ്ടാവും. പക്ഷെ അതിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമാധാനമോ സന്തോഷമോ സുഖമോ, എന്തിനേറെ പറയുന്നു, അടച്ചിടാൻ മാത്രമേ ആ വീടിന് പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് അവിടെ താമസിക്കാനുള്ള സാഹചര്യം പോലും വരില്ല. കാര്യം നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല അവിടെ താമസിക്കാൻ. അതേസമയം വീട് എന്നുള്ളൊരു സാധനം വെക്കാൻ ഇറങ്ങി തിരിക്കുമ്പോഴത്തേക്കും അതിനകത്ത് സന്തോഷമുണ്ടാവണേ, അതിനകത്ത് സമാധാനമുള്ളൊരു വീടായിരിക്കണേ, അതിനകത്ത് എന്റെ കുടുംബ അന്തരീക്ഷം നല്ല ഭംഗിയുള്ളതാവണേ, നല്ല ആസ്വദിക്കാൻ പറ്റുന്നതാവണേ, നമ്മൾ ആ വീട് വളരെ പ്രൊഡക്റ്റീവായ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന വീടാവണേ, അത് എന്നാഗ്രഹിച്ചുകൊണ്ടാണോ നിങ്ങൾ ഒരു വീട് വെക്കുന്നത്, 100% എഴുതി വെച്ചോളൂ. വീടിന് എങ്ങനെ ഇരുന്നാലും നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും എല്ലാം ആ വീട്ടിനകത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് കർമ്മം ചെയ്യുന്നതിന്റെയും പിന്നില് മനസ്സാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കണം. ആ മനസ്സിന്റെ ലക്ഷ്യമേ അവിടെ സാധിക്കുകയുള്ളൂ. എനിക്ക് ജോലി കിട്ടണം, എനിക്ക് നല്ല ശമ്പളം വേണം, എനിക്ക് ജോലി കിട്ടണം, നല്ല ശമ്പളം വേണം, ഇത് മാത്രമാണ് മനസ്സിന്റെ ഉദ്ദേശത്തോടു കൂടി ഒരു ജോലിക്ക് ഇറങ്ങി തിരിക്കുന്നതെങ്കിൽ ജോലിയും കിട്ടും ശമ്പളവും കിട്ടും, പക്ഷെ വേറെ പലതും കിട്ടില്ല. ഇനി വേറൊരു കാര്യം പറയാം, പഠിച്ച് ജോലി നേടുന്നത് ഒരുത്തരെ തോൽപ്പിക്കാനാണെങ്കിൽ ആ ശക്തി മനസ്സെടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ച് നമ്മൾ ഇത് വിജയിക്കുകയും ചെയ്യും. അവരെ തോൽപ്പിക്കാനും പറ്റും, പക്ഷെ തോൽപ്പിക്കൽ വരെ ആയിപ്പോവും. അതിനപ്പുറം നമ്മളൊന്നും ആഗ്രഹിച്ചിട്ടില്ല, നമ്മൾ ലക്ഷ്യം വെച്ചിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിലെ ലക്ഷ്യം, മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യം വളരെ പ്യുവർ ആയിരിക്കാൻ ഉള്ള തീരുമാനം എടുക്കാൻ ഇന്നു മുതല് ഉറപ്പിക്കുക. നമ്മൾ അറിയാതെ ഒരു പാല് കാച്ചി അല്ലെങ്കിൽ ഒരു ചായ ഇട്ട് ഒരാൾക്ക് കൊടുക്കുന്നെങ്കിൽ പോലും, ഒരു അതിഥി വരുമ്പോ ചായ ഇട്ട് കൊടുക്കുന്നെങ്കിൽ പോലും ആ ചായ ഇടുന്ന സമയത്ത് ഇത് അദ്ദേഹത്തിന്റെ ക്ഷീണം മാറ്റാൻ, അല്ലെങ്കിൽ ഒരു വെള്ളം എടുത്തു കൊടുക്കുമ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ക്ഷീണം മാറ്റാനാവണേ എന്ന് ചിന്തിച്ചു കൊടുക്കുമ്പോ അത് തിരിച്ച് നമുക്ക് നല്ല ഫലമായിട്ട് വരും. അതേസമയം ഈ സമയത്ത് എന്റെ തിരക്കിന്റെ ഇടയിൽ നോക്കി കയറി വന്നേക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളിലും ഒരു കാലത്ത് തിരിച്ചു വരുന്നത് വേറെ രീതിയിലായിരിക്കും. നമ്മള് ഒരു കഥ പറയും, ഈ മനസ്സിന്റെ ഒരു ജ്ഞാനിയായ ഗുരു ഇരുന്ന് 2 ശിഷ്യന്മാർക്ക് മനസ്സാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്നും മനസ്സിലൂടെയാണ് ശരിക്കും അതിന്റെ പ്രതിഫലനം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ഈ 2 ശിഷ്യന്മാര് ചോദിക്കും, അതെങ്ങനെയാണ് മനസ്സുകൊണ്ടിട്ടാണ് കർമ്മം എന്ന് പറയുന്നത്, ഞങ്ങൾക്കത് മനസ്സിലായില്ല എന്ന് പറയും. അതിനെന്താ, മനസ്സിലാക്കാം, നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും 1 മണിക്കൂർ ശരീരം ഒന്നും അനക്കാതെ 2 പേരും ഒരു യാത്ര പോണം, മനസ്സുകൊണ്ടൊരു യാത്ര പോണം. 1 മണിക്കൂർ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളിലൂടെ തന്നെ നിങ്ങൾ യാത്ര പോകൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ശിഷ്യൻ, 2 ശിഷ്യന്മാരും അവിടെ ധ്യാനത്തിലായിട്ട് ഇരിക്കാൻ തുടങ്ങി. അതില് ഒരു ശിഷ്യൻ മനസ്സിൽ കണ്ണടച്ചിരുന്ന് തുടങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹം രാവിലെ ഉണരുന്നതായിട്ടും ഒരു പൂന്തോട്ടത്തിലേക്ക് പോകുന്നതായിട്ടും അവിടെ ഓരോ പൂക്കളെയും കാണുന്നതും പൂമ്പാറ്റകളെ കാണുന്നതും അദ്ദേഹം വെള്ളം ഒഴിച്ച് അതിനെ പരിപാലിച്ച് ഇങ്ങനെ തുടർന്ന് നിറയെ ആ പൂന്തോട്ടത്തിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആ യാത്രയിൽ അദ്ദേഹം മനസ്സുകൊണ്ടുള്ള യാത്രയിൽ കാണാൻ തുടങ്ങി. മറ്റൊരു ശിഷ്യനാകട്ടെ അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം തുടക്കത്തിലിട്ടു. എന്നിട്ട് അദ്ദേഹം പോകാൻ തുടങ്ങിയിട്ട് കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിനെ ഉപദ്രവിക്കാൻ വരുന്ന കുറെ ആൾക്കാരെ അദ്ദേഹം കാണുകയാണ് ആ മലനിരകൾക്കിടയിൽ. അപ്പം അദ്ദേഹം ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല. യാത്രക്കിടയിൽ അദ്ദേഹത്തിന് ഉപദ്രവിക്കുന്ന കുറെ പേര് വന്നു, തീവ്രവാദികളായ കുറെ പേര് അദ്ദേഹം കാണുന്നു.
അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, കയ്യിൽ കരുതിയിരുന്ന ആയുധം, അപ്പൊ അദ്ദേഹം പെട്ടെന്ന് കയ്യിൽ ആയുധം കരുതിയിരുന്നത് ഓർക്കുന്നു. ആ ആയുധം കൊണ്ട് എല്ലാവരെയും വല്ലാതെ ഉപദ്രവിച്ചും കുത്തിയും വെട്ടിയും ഒക്കെ കൊല്ലാൻ തുടങ്ങി. കൊന്നു തുടങ്ങിയപ്പോ അദ്ദേഹം വിജയിക്കുന്നതിന്റെ സന്തോഷമൊക്കെ ആ സമയത്ത് അനുഭവിച്ചു. എല്ലാരെയും ഭേദിച്ചുകൊണ്ട്, അതായത് ലക്ഷ്യസ്ഥാനത്തെത്താൻ വന്ന തടസ്സങ്ങളെ മുഴുവൻ ഇടിച്ചു നിരക്കി ഭേദിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവാൻ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും 1 മണിക്കൂറിന് ശേഷം ഗുരു സാവകാശം ധ്യാനത്തിൽ നിന്ന് ഉണർന്നു വരാൻ പറഞ്ഞു. അവര് രണ്ടുപേരും ഉണർന്നു. പൂന്തോട്ടത്തിൽ പോയ ശിഷ്യൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഉണർന്നു. ഇപ്പുറത്തെ ആള്, അതായത് യുദ്ധം ചെയ്ത മനുഷ്യൻ ഹാപ്പി ആയിട്ട് ഉണർന്നെങ്കിലും അദ്ദേഹം വിയർത്തു തളർന്നിരുന്നു അങ്ങേയറ്റം. എന്നിട്ട് ഗുരു ഓർമ്മിപ്പിച്ചു, രണ്ടുപേർക്കും എന്ത് തോന്നുന്നു? അപ്പൊ മറ്റദ്ദേഹം പറഞ്ഞു, എനിക്ക് വളരെ കാമായിട്ട് തോന്നുന്നു, ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്തത്, എനിക്ക് വളരെ കാമായി ഫീൽ ചെയ്തു. മറ്റേ ആള് പറഞ്ഞു, ഞാനും ഇന്ന കാര്യങ്ങളാണ് ചെയ്തത്, പക്ഷെ എനിക്ക് യുദ്ധമൊക്കെ ചെയ്യേണ്ടി വന്നു എന്റെ യാത്രയില്. എന്താന്ന് മനസ്സിലാവുന്നില്ല, എനിക്ക് നെഞ്ചിടിപ്പ് കൂടുതലാണ്, ഞാൻ വല്ലാതെ ടയേർഡാണ്. ഗുരു പറഞ്ഞു, ഇത്ര തന്നെ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്താലും അതാ, നിങ്ങൾ ശരീരം അനങ്ങിയിട്ടില്ല, നിങ്ങൾ ഇവിടുന്ന് ഒരിടത്തും പോയിട്ടില്ല, നിങ്ങൾ പൂർണ്ണമായും ദാ ഇവിടെ ഒരേ ശ്വാസം, ഒരേ അന്തരീക്ഷം, ഒരേ സാഹചര്യത്തിൽ ധ്യാനം എന്ന ഒരേ പ്രവൃത്തിയിലേക്ക് പോയി. പക്ഷെ മനസ്സ് മാത്രം പോയത് 2 ദിശയിലേക്കാണ്. ആ 2 ദിശയിലേക്ക് പോയ മനസ്സിനും അനുഭവപ്പെട്ടത് 2 വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അത് രണ്ടും ശരീരത്തിലേക്ക് പ്രതിഫലിച്ചത് 2 തരത്തിലാണ്. അപ്പൊ ഈ ഒരു കഥയും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സൈവ കൃതം രാമ ന ശരീര കൃതം കൃതം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പൊ ഇന്നത്തെ മെഡിറ്റേഷൻ ഈ ഒരു കാര്യം മനസ്സിലാക്കി അത് മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിലൂടെ നമുക്ക് കുറച്ചു നേരം ഒന്ന് സഞ്ചരിച്ചിട്ട് വരാം. എല്ലാവരും മെഡിറ്റേഷനിൽ നിന്ന് പുറത്തു വന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്നും ഓർക്കുക, എപ്പോഴും മനസ്സിലുണ്ടാവുക, എന്ത് നെഗറ്റീവ് ചിന്ത ഓടി വന്നാലും ആദ്യം മനസ്സിലാക്കുക, എന്റെ മനസ്സാണ് കർമ്മം ചെയ്യുന്നത്, പുറത്താരും അറിയുന്നില്ലല്ലോ എന്ന് വിചാരിക്കരുത്, എല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ട് മനസ്സുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നല്ല ചിന്തകളിലേക്ക് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമസ്കാരമുണ്ട്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള എന്റെ അനുഭവത്തില് ഇന്ന് വിവരിച്ചതില് പല സന്ദർഭങ്ങളിലും പല ഘട്ടങ്ങളിലും എനിക്ക് വളരെയധികം സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരമ്മ മക്കളൊക്കെ എങ്ങനെയാണ് പരിപാലിക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ ആര്യസത്വ കുടുംബത്തിൽ നമ്മൾ ഡോക്ടർ കുടുംബം നമ്മളെ പരിപാലിക്കുന്നത്. എനിക്ക് തോന്നൽ എന്റെ മനസ്സിൽ തോന്നിയ അന്ന് മുതൽക്ക് വളരെ ദുർഘടഘട്ടമായിരുന്നു. എനിക്ക് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അത് എങ്ങനെ തരണം ചെയ്തു എന്ന് പോലും എനിക്ക് വിവരിക്കാൻ പറ്റില്ല. അത്രയും ഇപ്പോഴും എനിക്ക് രോമാഞ്ചം കൊള്ളുന്ന ആ ഒരു സന്ദർഭങ്ങളൊക്കെ വിചാരിക്കുമ്പോൾ ഇന്നും ഞാൻ വലിയ കഠിനമായിട്ടൊരു പ്രശ്നത്തിൽ കൂടെ പോകുന്നതാണ്. പക്ഷെ ഇന്നത്തെയും കൂടി മോളുടെ ആ ഒരു സന്ദേശം കിട്ടിയപ്പോ ഞാൻ ഇന്ന് വിചാരിച്ചു, ഇല്ല, ഞാൻ പോസിറ്റീവ് തന്നെയാണ് ഇപ്പോഴും, ഞാൻ ഒരിക്കലും നെഗറ്റീവിൽ പോകുന്നില്ല എന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ഉടനെ അതിന്റെ ഫലം തീർച്ചയായും കിട്ടുന്നുള്ളത് വളരെയധികം മനസ്സിൽ ഞാൻ വിശ്വസിക്കുന്നു. മനസ്സാണ് നമ്മളുടെ കർമ്മം. നമസ്കാരം. നമസ്തേ സാർ. നമസ്തേ പറയണം. ഇത് മനസ്സ് ശരീരം തമ്മിലുള്ള ഒരു കാര്യം വന്നപ്പോ ഞാനൊരു കാര്യം ഓർത്തുപോയി. ഞാനും ആലോചിക്കാറുണ്ട്, മനസ്സ് ശരീരം റിലേറ്റഡ് ആണ്, പക്ഷെ എപ്പോഴും നമ്മള് മനസ്സുകൊണ്ട് ശരീരത്തിൽ നമ്മൾ എപ്പോഴും ജയിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം ശരീരമായിട്ട് ആഗ്രഹിക്കുന്ന പലതും ഉണ്ട്. അപ്പൊ ആൾക്കാരെന്താ ചെയ്യുക, മനസ്സുകൊണ്ട് ശരീരത്തിന് എപ്പോഴും ജയിക്കും. ആൾക്കാർ പറയും ഞാൻ മനസ്സുകൊണ്ട് അത് ചെയ്തു, അത് ഒരു പരിധി വരെ കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഒരു പുനീത് രാജ്കുമാർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ആള് ജിമ്മ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആൾക്ക് കൂടുതൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ശരീരം ആളെ സപ്പോർട്ട് ചെയ്തില്ല. ഹലോ സാർ പറഞ്ഞോ. അപ്പൊ എനിക്ക് തോന്നി ചില ആൾക്കാരൊക്കെ ഇപ്പൊ ജിമ്മിലൊക്കെ മരിച്ചു വീഴുന്ന ആൾക്കാരെ കുറെ ന്യൂസുകൾ കണ്ടു. അപ്പൊ ശരീരം അവരെ മനസ്സിനെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം മനസ്സ് ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, മനസ്സ് ചിലപ്പോൾ 100 പുഷപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ ശരീരം സപ്പോർട്ട് ചെയ്തില്ല. അങ്ങനത്തെ ഒരു എക്സാമ്പിൾസ് ഞാൻ ഒരുപാട് നമ്മുടെ ചുറ്റും കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ശരീരത്തിന് ആവശ്യമുള്ളതും കൊടുക്കണം. മനസ്സുകൊണ്ട് എപ്പോഴും അമിതമായിട്ട് നമ്മുടെ ശരീരത്തിന് ജയിക്കാൻ പാടില്ല. ഒരു ബാലൻസിൽ ശരീരവും മനസ്സും പോകണം എന്ന് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് എപ്പോഴും. കാരണം എല്ലാവരും പറയുമല്ലോ, ഞാൻ മനസ്സുകൊണ്ട് ജയിച്ചു, പക്ഷെ അത് അമിതമാവാൻ പാടില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. സാർ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്.
അത് ഇനി വരുന്ന നമ്മുടെ ക്ലാസ്സുകളിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ശരീര ചിന്ത എന്ന് പറയുന്നത്. മനസ്സ്, ഈ പറഞ്ഞ പോലെ മനസ്സ് പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സിന് വ്യക്തമായ ധാരണ ശരീരത്തിനെ പറ്റി ഉണ്ടായിരിക്കണം. ആ ശരീരത്തിനെ ഹെൽത്തി ആക്കാനുള്ള കാര്യങ്ങൾ വരെ ഓക്കെ, ശരീരത്തിനെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ, അതും കർമ്മം തന്നെയാണല്ലോ. അപ്പോ ശരിക്കും ആ ശരീരചിന്ത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നുണ്ട് നമ്മൾ. മനസ്സൊന്ന് ഉറപ്പിച്ച് നിർത്തിയാൽ പതുക്കെ ഇതിലോട്ടൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കും. ഞങ്ങളും ഇത് കുറച്ച് ഒബ്സർവ് ചെയ്തപ്പോ നമുക്കിപ്പോ നമ്മുടെ ശരീരത്തിനെ കുറിച്ച് മനസ്സിലായി. ഇപ്പൊ ഇന്ന് നാളെ അസുഖം വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇന്നേ മനസ്സിലാവും. മോൾക്കാണെങ്കിലും അവള് പറയാം അമ്മേ നാളെ കഞ്ഞി മതി എന്തോ ഒരു ഇതുപോലെ. അപ്പൊ നമ്മള് വീട്ടിലിരുത്തും, കഞ്ഞി കൊടുക്കും, പുറത്തേക്ക് ഒന്നും വിടില്ല. ആ റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസം അവള് ഉഷാറേ. എനിക്കും അങ്ങനെയാണ്. കൂടെ ഒരു വൈദ്യരുള്ളതുകൊണ്ടാണ് അത്, രേവതി ഉള്ളതുകൊണ്ടാണ് അത് സാധിച്ചത്. കൂടുതൽ നമ്മള് പുറത്തേക്കാണ് നമ്മുടെ ചിന്ത മുഴുവൻ. നമ്മള് പുറത്തെന്ത് നടക്കുന്നു, വാർത്ത എന്ത് കാണുന്നു, ന്യൂസ് പേപ്പറിലും സംഭവിച്ചു, ഗ്രാമത്തിലും സംഭവിച്ചു, ഇന്ത്യയിലും സംഭവിച്ചു, പക്ഷെ നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നുള്ള നമ്മൾ ഒരിക്കലും അവെയർ ആവുന്നില്ല, ആലോചിക്കില്ല. അത് ചിന്തിക്കാനുള്ള സമയമില്ല, അത് മറന്നു പോകുന്നു. നമ്മളാണത് നോക്കേണ്ടതെന്നുള്ളൊരു കാര്യം. നല്ല പോയിന്റുകൾ ഇനി വരുന്നുണ്ട്. ശരീരം ആദ്യം ഖലു ധർമ്മ സാധനം എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഇനി നമ്മൾ പറയുന്നുണ്ട്. നമസ്തേ, ഞാൻ ഡോക്ടർ അർജുൻ. ഒരു ക്ലാരിഫിക്കേഷൻ എത്തിക്കോട്ടെ. ഇപ്പോ അജീഷ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അത് ആശയം കൃത്യമാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കേട്ടവരിൽ എന്തെങ്കിലും ഒരു സംശയം വന്നേക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഈ ക്ലാരിഫിക്കേഷൻ വരുത്തുന്നത്. ശരീരത്തിനെ അറിഞ്ഞ് പ്രവൃത്തികൾ ചെയ്യുന്നതും മനസ്സാണ്. അപ്പോൾ മനസ്സ് തന്നെയാണ് പൂർണ്ണമായും മനസ്സ് ശരീരത്തിനെ നിയന്ത്രിക്കാൻ പൂർണ്ണമായും അനുവദിക്കേണ്ടേ, അല്ലെങ്കിൽ മനസ്സിനെ ആ വഴിക്ക് വിടണ്ടേന്ന് ചോദിക്കുമ്പോൾ ആ മനസ്സ് ചുറ്റുപാടുകളെയും ആ മനസ്സ് സ്വന്തം ശരീരത്തിനെയും സ്വന്തം സാഹചര്യങ്ങളെയും തിരിച്ചറിഞ്ഞ് ശരീരത്തിന് ടാസ്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അല്ലാതെ ശരീരത്തിനെ അറിയാതെ മനസ്സ് ഓരോ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതല്ല. സ്വന്തം ഇരിപ്പിടം അറിഞ്ഞുകൊണ്ട്, ശരീരത്തിലാണ് മനസ്സിൻ്റെ ഇരിപ്പിടം. ഒരാളുടെ മനസ്സ് ഇരിക്കുന്നത് ശരീരത്തിലാണ്. അപ്പോൾ ശരീരം എന്നുള്ള ഇരിപ്പിടത്തെ അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കിക്കൊണ്ട് വിജയം എന്താണെന്ന് തീരുമാനിക്കാനുള്ള ശക്തി മനസ്സിനാണ്. അപ്പോൾ കർമ്മം മനസ്സിലേക്ക് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ പുനീത് രാജ്കുമാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ സ്വന്തം ശരീരത്തെ തിരിച്ചറിയാതെയാണ് അദ്ദേഹം ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് മനസ്സിൻ്റെ ബലഹീനതയാണ് ശരീരത്തിനേക്കാൾ കൂടുതൽ. ശരീരത്തെ തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിൻ്റെ ബലഹീനത തന്നെയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്. പറഞ്ഞ കാര്യം കറക്റ്റാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിന് ചില സ്ഥലങ്ങൾ വിട്ടുകൊടുക്കണം എന്ന് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നോ എന്നൊരു സംശയം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും നല്ല ദിവസങ്ങൾ, മുമ്പോട്ടുള്ള ഓരോ ദിവസവും ഭംഗിയുള്ളതും സന്തോഷമുള്ളതും സമാധാനമുള്ളതും തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും കാണാം. നമസ്തേ.